അപ്പോൾ ഇൻറ്റേർണൽ കമ്മിറ്റി എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്? ഇൻറ്റേർണൽ കമ്മിറ്റി ഫോം ചെയ്യേണ്ടത് സെക്ഷൻ 4(1) പ്രകാരമുള്ളൊരു ഓർഡർ ഇറക്കിക്കൊണ്ടാണ്. ഒരു തൊഴിലുടമയ്ക്കാണ്, തൊഴിലുടമ എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിൻ്റെ കൺട്രോൾ, സൂപ്പർവിഷൻ, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ വ്യക്തിയോ അതാരും ആവാം. ഫോർ എക്സാമ്പിൾ, ഒരു മാനേജർക്ക് യഥാർത്ഥത്തിൽ എംപ്ലോയർ ആവാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന മുതലാളിക്കോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ ഇത്തരം ആളുകൾക്കൊക്കെ എംപ്ലോയർ ആവാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയറാണ് ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിക്കേണ്ടത്. അവർക്കാണ് അതിനുള്ള അധികാരം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മിറ്റി രൂപീകരിക്കേണ്ട എംപ്ലോയർ പലപ്പോഴും അവരുടെ പേര് ഇൻറ്റേർണൽ കമ്മിറ്റിയിലുണ്ടാവും. അപ്പോൾ തന്നെ കമ്മിറ്റി നിയമപരമാകുന്നില്ല. കമ്മിറ്റിയിൽ മിനിമം 4 അംഗങ്ങൾ വേണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് 5 or 6 ഒക്കെ ആവാം. ഈ 4 ആൾക്കാർ ആരാണ്, കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട ആരാണെന്ന് ക്ലിയർലി നിയമത്തിൽ പറയുന്നുണ്ട്. ഈ 4 ആളിലെ ആദ്യത്തെ പേഴ്സൺ എന്ന് പറയുന്നത് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്ന ആളാണ്. പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ ഏറ്റവും സീനിയർ തസ്തികയിലുള്ള വനിതാ ജീവനക്കാരി ആയിരിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. 2-3 ആളുകൾ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ജോലിക്കാരായിരിക്കണം. അവർ നിയമത്തിലോ സാമൂഹ്യ പ്രവർത്തനത്തിലോ താല്പര്യമുള്ളവരോ പരിശീലനം ലഭിച്ചവരോ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നന്ന് എന്ന് പറയുന്നുണ്ട്. നിർബന്ധമായിട്ടും അവരങ്ങനെ ആയിരിക്കണം എന്നൊരു വാശി നിയമത്തിൽ പറയുന്നില്ല. പ്രിഫറബിളി എന്നുള്ളൊരു ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ 4ാമത്തെ പേഴ്സൺ വെരി ക്ലിയർലി സ്റ്റേറ്റിംഗ് അയാൾ ഒരു എക്സ്റ്റേണൽ മെമ്പർ ആയിരിക്കണം. ഇപ്പോൾ എക്സ്റ്റേണൽ മെമ്പർ എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കണ്ടിരിക്കുന്നത് അവിടുത്തെ വാർഡ് മെമ്പറെയോ അതല്ലെങ്കിൽ ICDSൻ്റെ ഏതെങ്കിലും ഒരു സൂപ്പർവൈസറെയോ അതല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്ത് മെമ്പറെയോ സ്കൂൾ ടീച്ചറൊക്കെയാണ് വെക്കുന്നത്. ഇതൊക്കെ തെറ്റാണ്. നിയമത്തിൽ അങ്ങനത്തെ ഒരു ഫൈൻഡിങ്സേ ഇല്ല. നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGOയുടെയോ അസോസിയേഷൻ്റെയോ റെപ്രസെൻറ്റേറ്റീവോ അതല്ലെങ്കിൽ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ വർക്കറെയോ നിങ്ങൾ വെക്കണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്.